രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടേറുകയാണ്. 7 ഘട്ടങ്ങളിലായി നടക്കുന്ന വോട്ടെടുപ്പിന് ഇന്നലെ തുടക്കവുമായി. ഓരോ ഘട്ടങ്ങളിലായി മുന്നണികൾ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന തിരക്കിലുമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾക്ക് പ്രത്യേകതകളേറെയുണ്ട്. അവയിലൊന്ന് വോട്ട് രേഖപ്പെടുത്തി എന്ന് തെളിയിക്കാനായി ഇടത് ചൂണ്ടുവിരലിൽ പുരട്ടുന്ന പർപ്പിൾ നിറത്തിലുള്ള മഷിയാണ്. ആ മഷിക്കുമുണ്ട് ചില പ്രത്യേകതകൾ. അവ നമുക്ക് പരിശോധിക്കാം. ഒരാൾ ഒന്നിലധികം വോട്ട് രേഖപ്പെടുത്തുന്നത് അല്ലെങ്കിൽ കള്ളവോട്ട് തടയാനാണ് വിരലിൽ മഷി പുരട്ടുന്നത്. പോളിംഗ് ബൂത്തിലെ ഉദ്യോഗസ്ഥൻ പുരട്ടുന്ന മഷി മായ്ക്കുക അസാധ്യമാണ്. വിരലിന്റെ നഖത്തിലും ത്വക്കിലുമായി പുരട്ടുന്ന മഷിയിലേക്ക് വെയിലേൽക്കുന്നതോടെ അത് പിന്നീട് ഒരു കറയുടെ രൂപം പ്രാപിക്കും. ഏതാണ്ട് 2 ആഴ്ചയോളം മഷി ത്വക്കിലും നഖത്തിലുമായി തുടരും. അതുവരെ മായ്ക്കുക അസാധ്യം. പതിറ്റാണ്ടുകളായി ഇന്ത്യയിൽ ഉപയോഗിച്ചു പോരുന്ന ഈ മഷി തയ്യാറാക്കുന്നത് സിൽവർ നൈട്രേറ്റ് ഉപയോഗിച്ചാണ്. ഇന്ത്യയിൽ ഉപയോഗിച്ചു പോരുന്ന മഷി തയ്യാറാക്കാൻ അധികാരമുള്ളത് ഒരേ ഒരു കമ്പനിക്ക് മാത്രവും. സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് ആണ് മഷി തയ്യാറാക്കുന്നത്. 1937 ഈ സ്ഥാപനം രൂപീകൃതമായത്. ഈ വർഷം 97 കോടിയോളം പേർക്ക് വോട്ട് ചെയ്യാനായി 27 ലക്ഷം വയൽ മഷി കമ്പനി ഉൽപ്പാദിപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട്. ഏറ്റവും കൂടുതൽ ലോക്സഭാ സീറ്റുകളുള്ള ഉത്തർപ്രദേശിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ഓർഡർ ലഭിച്ചത്. കുറവ് ലക്ഷദ്വീപിൽ നിന്നും 110 വയൽ മാത്രം. ഒരു വയൽ മഷിക്ക് 174 രൂപയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക്. മറ്റു രാജ്യങ്ങളിലേക്കും മൈസൂർ പെയിന്റ്സ് ആൻഡ് വാർണിഷ് ലിമിറ്റഡ് മഷി കയറ്റുമതി ചെയ്യുന്നുണ്ട്. പൊതുഗതാഗത വാഹനങ്ങൾക്ക് ആവശ്യമായ പെയിന്റും കമ്പനിയിൽ തയ്യാറാക്കുന്നുണ്ട്. എന്നാൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിലേക്കുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 5 നാൾ മാത്രം അവശേഷിക്കെ സമ്മതിദാനത്തിന്റെ അടയാളമായി പുരട്ടാനുള്ള മായാമഷി അഥവാ ഇൻഡെലിബിൾ ഇങ്ക് സംസ്ഥാനത്തെ മുഴുവൻ വിതരണ കേന്ദ്രങ്ങളിലും എത്തിക്കഴിഞ്ഞു. 63,100 കുപ്പി മഷിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി കേരളത്തിൽ ഉപയോഗിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ പറഞ്ഞു. കള്ളവോട്ട് തടഞ്ഞ് കുറ്റമറ്റും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പുവരുത്താനായി ഉപയോഗിക്കുന്ന മഷി അടയാളം രാജ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ അഭിമാന ചിഹ്നം കൂടിയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തവണ കോട്ടയം മണ്ഡലത്തിൽ ഏറ്റവും അധികം സ്ഥാനാർത്ഥികളുള്ളത് 14 മത്സരാർത്ഥികളാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികൾ ആലത്തൂരിലുമാണ്. 5 മത്സരാർത്ഥികളാണ് ആലത്തൂരിൽ നിന്നും മത്സരിക്കുന്നത്. കോഴിക്കോട് 13ഉം കൊല്ലത്തും കണ്ണൂരും 12 വീതവും സ്ഥാനാർത്ഥികളുണ്ട്. സംസ്ഥാനത്താകെയുള്ള 194 മത്സരാർത്ഥികളിൽ 25 പേർ സ്ത്രീകളാണ്. പുരുഷന്മാർ 169. ഏറ്റവും അധികം വനിതാ സ്ഥാനാർത്ഥികളുള്ളത് വടകര മണ്ഡലത്തിലുമാണ്. 4 പേരാണ് അവിടെ മാറ്റുരയ്ക്കുന്നത്. തിരുവനന്തപുരം, മാവേലിക്കര, ഇടുക്കി, ചാലക്കുടി, തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, വടകര എന്നിവിടങ്ങളിലാണ് സ്ഥാനാർത്ഥികൾ പത്രിക പിൻവലിച്ചത്. അന്തിമ സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായതോടെ സ്ഥാനാർത്ഥികൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചിഹ്നങ്ങൾ അനുവദിക്കുകയായിരുന്നു. ഈ മാസം 26-നാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്തുക. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള അന്തിമ വോട്ടർ പട്ടിക തയ്യാറായി കഴിഞ്ഞു. 2,77,49,159 വോട്ടർമാരാണ് വോട്ടർ പട്ടികയിൽ ഉള്ളതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞിരുന്നു. ജനുവരി 22-ന് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ നിന്ന് 6,49,833 വോട്ടർമാരുടെ വർധനവാണ് അന്തിമ വോട്ടർ പട്ടികയിലുള്ളത്. 2,01,417 പേർ ഒഴിവായിട്ടുമുണ്ട്. കൂടുതൽ വോട്ടർമാരുടെ മണ്ഡലം തൃശൂരിലാണ്, കുറവ് ഇടുക്കിയിലും. കൂടുതൽ വോട്ടർമാരുള്ള ജില്ലകൾ പരിശോധിച്ചാൽ ഒന്നാമത് മലപ്പുറമാണ്. 33,93,884 വോട്ടർമാർ. കുറവ് വോട്ടർമാരുള്ള ജില്ല വയനാടും 6,35,930 പേർ. കൂടുതൽ സ്ത്രീ വോട്ടർമാർ ഉള്ള ജില്ലയും മലപ്പുറം തന്നെയാണ്. 16,97,132 പേർ. കൂടുതൽ ഭിന്നലിംഗ വോട്ടർമാരുള്ള ജില്ല തലസ്ഥാനമാണ്. തിരുവനന്തപുരത്ത് 94 ഭിന്നലിംഗ വോട്ടർമാരാണുള്ളത്. ആകെ 89,839 പ്രവാസി വോട്ടർമാരാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ളത്. പ്രവാസി വോട്ടർമാർ കൂടുതലുള്ള ജില്ല കോഴിക്കോടാണ്. 35,793 പേർ. ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നത് തടയുക എന്നതാണ് മായാമഷി കൈവിരലിൽ പുരട്ടുന്നതിന്റെ ഉദ്ദേശം. കള്ളവോട്ടുകൾ തടയാൻ ഈ സംവിധാനത്തിനാകും. വിരലിൽ പുരട്ടിയാൽ വെറും 40 സെക്കൻഡ് കൊണ്ടാണ് ഉണങ്ങിത്തീരുന്നത്. തുടർന്ന് ഈ മഷി മായ്ക്കാനാവില്ല. പോളിംഗ് ദിനം കഴിഞ്ഞും ദിവസങ്ങളെടുക്കും ഇത് താനെ മാഞ്ഞു പോകാൻ. സംസ്ഥാനത്തെ 25,231 ബൂത്തുകളിലേക്ക് ആവശ്യമുള്ളതിന്റെ 2 ഇരട്ടി മഷിക്കുപ്പികളാണ് എത്തിച്ചിട്ടുള്ളത്. 1,30 ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സംസ്ഥാനത്ത് ആവശ്യമായ മഷി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കർണാടക സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള മൈസൂരു പെയിന്റ് ആൻഡ് വാർണിഷ് കമ്പനിയിൽ നിന്ന് എത്തിച്ചിരിക്കുന്നത്.
ഒരു കുപ്പിയിൽ 10 മില്ലി മഷിയാണുള്ളത്. ഇതുപയോഗിച്ച് 700ഓളം വോട്ടർമാരുടെ വിരലുകളിൽ മഷി പുരട്ടാനാകും. വോട്ട് ചെയ്യാൻ വരുന്ന പൗരന്മാരുടെ ഇടത്തെ കൈയിൽ ചൂണ്ടുവിരലിൽ ഈ മഷി പുരട്ടുക എന്നത് രണ്ടാം പോളിംഗ് ഓഫീസറുടെ ഉത്തരവാദിത്തമാണ്. ആദ്യ പോളിംഗ് ഓഫീസർ വോട്ടറെ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞാൽ രണ്ടാം പോളിംഗ് ഓഫീസർ വോട്ടറുടെ ഇടതു കൈയിലെ ചൂണ്ടുവിരൽ പരിശോധിച്ച് മഷി പുരണ്ടിട്ടുണ്ട്, അടയാളങ്ങളില്ല എന്നും ഉറപ്പാക്കും. തുടർന്ന് ഇടതു കൈയിലെ ചൂണ്ടുവിരലിന്റെ അഗ്രത്തുനിന്ന് ആദ്യ സന്ധി വരെ ബ്രഷ് ഉപയോഗിച്ച് നീളത്തിൽ മഷി അടയാളം രേഖപ്പെടുത്തുകയാണ് ചെയ്യുക. ഇന്ത്യയിൽ ഈ മഷി നിർമ്മിക്കാൻ അനുവാദമുള്ളത് മൈസൂരു പെയിന്റ് ആൻഡ് വാർണിഷിംഗ് കമ്പനിക്ക് മാത്രമാണ്. 1962 ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് ആദ്യമായി മായാത്ത മഷി പുരട്ടുന്ന രീതി തുടങ്ങിയത്. അതിനുശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഈ മഷി വോട്ടർമാരുടെ വിരലുകൾ പുരട്ടിയിട്ടുണ്ട്. നാഷണൽ ഫിസിക്കൽ ലബോറട്ടറി ഓഫ് ഇന്ത്യയിൽ വികസിപ്പിച്ച ഒരു ഫോർമുലയാണ് ഈ സവിശേഷ വോട്ടിംഗ് മഷിയിൽ ഉപയോഗിക്കുന്നത്.